വീടിന്റെ അകത്തിരുന്ന് ഒരു മൊബൈലും വെച്ചുകൊണ്ട് ഞാൻ ഇത്രയും പൈസ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഗുരുവായൂരമ്പലത്തിൽ തൊഴാൻ ചെന്നപ്പോ ഞാനിങ്ങനെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് ഞാനിങ്ങനെ ഒരു ഒന്ന് രണ്ട് സ്ഥലത്ത് പോയത്. അപ്പൊ അതിലെ ആ ഓട്ടോറിക്ഷക്കാരൻ ചോദിച്ചു, നമ്മളെ ചാനലിനെ മൊത്തം അടിപൊളി മാറ്റാൻ പറ്റുന്ന പുതിയൊരു സംഭവമുണ്ട്. അതൊരു ഹീറോ പിവോട്ടിംഗ് എന്ന് പറയുന്ന സംഭവമാണ്. സിന്ധു ചേച്ചി ഒന്ന് കേട്ടിട്ടേ ഉണ്ടാവില്ല, ആദ്യമായിട്ട് കേൾക്കുന്നവർ. അപ്പോൾ ഈ ഒരു സാധനം ആണ് നമ്മുടെ പലരുടെയും ചാനലിൻ്റെയും പ്രശ്നം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ സക്സസ് സ്റ്റോറീസ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു സക്സസ് സ്റ്റോറിയാണ്. പക്ഷേ ആ സക്സസ് സ്റ്റോറിക്ക് ചെറിയ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ അതായത് നമ്മുടെ ഇപ്പം ഇന്ന് ഇൻ്റർവ്യൂവിൽ ഇരിക്കുന്ന സിന്ധു ചേച്ചി പോലും അറിയുന്നത് ഇന്നായിരിക്കും. അതായത് ഈ ഒരു ചാനൽ സക്സസ് ആക്കി എടുക്കാൻ ആ ടോപ്പിക്കിനെ വെച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയതാണ്. എന്നാലും ആളുടെ ഒരു കോൺഫിഡൻസും താല്പര്യം കണ്ടപ്പോൾ നോക്കാം, എവിടെ വരെ പോകും നോക്കാമെന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് പോയതാണ്. പക്ഷേ മോണിറ്റൈസേഷൻ ആയി. പക്ഷെ അത് സാധാരണ നമ്മൾ വീഡിയോ ചെയ്യുന്ന പോലെ ഒരു മാസം കൊണ്ട് മോണിറ്റൈസേഷൻ ആയി എന്നൊന്നും പറയുന്നില്ല. പക്ഷേ സക്സസ് എന്ന് പറയുന്നത് അത് ഇപ്പം പൈസയും കിട്ടി, കുറച്ച് ഒരു 1 lakh 2 lakh വ്യൂസ് ഒക്കെ വന്നു, അങ്ങനെ കുറേ അച്ചീവ്മെൻറ്റ്സ് കിട്ടി. അതുകൊണ്ടാണ് ഇൻ്റർവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതുവരെ ഇപ്പം നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യണമെങ്കിൽ ഒരു റീസൺ വേണമല്ലോ, ഒരു മോട്ടിവേഷൻ വേണമല്ലോ. അപ്പോൾ മോട്ടിവേഷൻ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തേ. അപ്പോൾ ഇനി എന്തായാലും ഞാൻ കുറേ പറയുന്നില്ല. സിന്ധു ചേച്ചി ചാനൽ തുടങ്ങിയ കാര്യങ്ങൾ മുതൽ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി എന്നുള്ളത് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ സംസാരിച്ച് പോവാം. അപ്പോൾ സിന്ധു ചേച്ചി ഒന്ന് സ്ഥലവും ചാനലൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്ത് പരിചയപ്പെടുത്തിക്കും. എന്റെ വീട് ചൊറ്റനിക്കരയാണ്. എന്റെ ചാനലിന്റെ പേര് കൃഷ്ണഗീതിയാണ്. ഡിവോഷണൽ ചാനലാണ്. ഞാൻ കഴിഞ്ഞ നവംബറിലാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്കറിയാവുന്ന കുറെ പാട്ടുകള്, ഭജൻസ് ഒക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ എത്തിക്കാന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ഒരു 4-5 മാസം കഴിഞ്ഞപ്പോഴാണ് ഒരു ദിവസം സാബിർബായുടെ വീഡിയോ എന്റെ കണ്ണിൽ പെട്ടത്. അങ്ങനെ ഞാൻ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് സാബിർബായുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. അപ്പൊ തന്നെ ഞാൻ ചോദിച്ചിരുന്നു, ഈ ചാനല് എങ്ങനെയാണ്, ഈ പാട്ട് കൊണ്ട് മുന്നോട്ട് പോവോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞത്, പക്ഷെ എന്നെ തളർത്തിയില്ല. ആളെനിക്ക് സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്തത്. പാട്ടിടുന്ന പറഞ്ഞത്. അങ്ങനെ ഇട്ടു. എന്തോ എനിക്കറിയില്ല, ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അത് കുറെ 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 പറഞ്ഞ് മാറ്റങ്ങളെല്ലാം ചെയ്തു. തംബ്നെയിൽ എന്താന്ന് എനിക്കറിയില്ല, എഡിറ്റിംഗ് അറിയില്ല. ഓരോ സ്റ്റെപ്പും ഞാൻ വെച്ചത് സാഗർബായുടെ. എനിക്ക് സത്യം പറഞ്ഞ ഒരുപാട് ഞാൻ ഇയാളെ ശല്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടെയുള്ള 2 അഡ്മിൻസ്, അവരെ ശല്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഓരോ ചുവടുവെപ്പും എനിക്ക് സാഗർബായുടെ ഉപദേശം തന്നെയായിരുന്നു. അത് ഞാൻ അതിന് ദൈവത്തോടും ഈ ആളോടും ഞാൻ നന്ദി പറയുകയാണ്. കാരണം എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. എനിക്ക് ഒരുപാട് മോട്ടിവേഷൻ തന്നു. അങ്ങനെ ഞാൻ ചാനൽ ഏകദേശം മോണിറ്റൈസേഷൻ ആയി. ഞാൻ ഫസ്റ്റ് വിളിച്ചു പറഞ്ഞത് സാബിർബായിയാണ്. ആ സമയത്ത് അദ്ദേഹം പള്ളിയിൽ നിൽക്കുക. അന്നേരം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോ എന്നോട് ആദ്യം പറഞ്ഞ കാര്യം, ഈ ചാനലിൽ ഈ ഒരു കണ്ടന്റ് വെച്ച് മോണിറ്റൈസേഷൻ ആവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അടിയായിരുന്നു അത്. കാരണം ആ മനുഷ്യനത് ആദ്യം പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ഈ ചാനൽ ഒരിക്കലും മോണിറ്റൈസേഷൻ ആവില്ല, ഈ ചാനലും ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ഞാൻ വിജയിച്ച് വരുന്നത് വരെ ആ ഒരു വാചകം എന്നോട് പറഞ്ഞില്ല എന്നുള്ളത്. അത് അന്നും അതെ, ഇന്നും അതെ. ഇന്നലെ വരെ എനിക്കൊരു വീഡിയോ ഡൗൺ ആയാൽ ആളത് ഡൗൺ ആയി എന്നല്ല എന്നെ പറയണേ, എന്നെ ഡൗൺ ആക്കും. പക്ഷെ ഞാനതൊരു വാശിയോട് കൂടി കയറി പോകും. അപ്പോഴും പറയണ, നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നിങ്ങളെ ഡൗൺ ആക്കിയാലേ നിങ്ങൾ കയറി വരുള്ളൂ എന്ന് എന്നോട് എപ്പോഴും പറയും. പക്ഷെ അതെനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ തന്നെയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് പറഞ്ഞു, മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഈ കണ്ടന്റ് ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പൈസ എന്നുള്ളൊരു കാര്യത്തിൽ എത്തില്ല, എങ്ങും എത്തിപ്പെടില്ല. അപ്പൊ അതുകൊണ്ട് കണ്ടന്റ് മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. അതിന് കറക്റ്റ് സമയത്താണ് എനിക്ക് ആ ഒരു അഡ്വൈസ് കിട്ടിയത്. അങ്ങനെ ഞാൻ കണ്ടന്റ് മാറ്റി. അതിപ്പോ കണ്ടന്റ് മാറ്റിയിട്ട് 2-2.5 മാസമേ ഉള്ളൂ. അപ്പൊ എന്നോട് പറഞ്ഞു, ഒരു പ്രാവശ്യം ഇതുപോലെ എന്നോട് പറഞ്ഞു 5000 സബ്സ്ക്രൈബർ ആയി എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഇതൊക്കെ എന്ത്, 10,000 ആക്കിയിട്ട് വാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എടുത്ത വൈകി പറഞ്ഞു, ശരി, ഒരു മാസം കൊണ്ട് ഞാൻ 10,000 ആക്കിയിട്ട് വരുമെന്ന് പറഞ്ഞു. പക്ഷെ 10ാം ദിവസം ഞാൻ 10,000 ആക്കിയിട്ട് ചെന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പോഴോ? അപ്പൊ എന്നോട് പറയാണ്, 1,00,000 വ്യൂ ആക്കിയിട്ട് വാന്ന് പറഞ്ഞു. അപ്പൊ ശരി, അന്ന് ഞാൻ 1,00,000 ആക്കിയിട്ട് വരാന്ന് പറഞ്ഞു. ഞാൻ 1,50,000 ആക്കിയിട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴും ഇങ്ങനെ ഓരോന്ന് എനിക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ചലഞ്ചാണ്. ആള് പറയുന്ന ഓരോ ചലഞ്ച് ഞാൻ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ എനിക്ക് ഫസ്റ്റ് പേയ്മെന്റ് വന്നു. പക്ഷെ എനിക്ക്
ഏറ്റവും വലിയ ഒരു ബഹുമാനം എന്താന്ന് വെച്ചാല് ആള് എല്ലാവരെയും രക്ഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ പോകുന്ന ഒരാള്. അങ്ങനെ ഒരാളെ ഞാൻ എന്റെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ഒരുപാട് പേരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരുപാട് ചാനൽ കാണുന്നുണ്ടെങ്കിലും എല്ലാവരും അവിടെ ഒരു സ്വയം രക്ഷ, സ്വയം സമ്പാദ്യം എന്നുള്ളതിലുപരി സാബിർ ഭായി എന്തോ ഒരുപാട് വ്യത്യാസമുള്ള ഒരു മനുഷ്യനാണ്. ഇത് വെച്ച് ഒരു അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാലേ, ആക്ച്വലി ഞാൻ ഇന്ന് ഈ ഇന്റർവ്യൂ പിന്നെ ചെയ്യുമ്പോൾ എനിക്ക് പിന്നെ ഓർമ്മ വന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, കുറച്ച് നാൾ മുമ്പേ എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു, നിങ്ങൾ പർദ്ദ ഇട്ട ആളുകളെ മാത്രമല്ലേ മോണിറ്റൈസേഷൻ ആക്കുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ പർദ്ദ ഇട്ട ആൾക്കാർ എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോയിൽ വരുന്ന ആളുകളെ നോക്കിയിട്ടാണ് തോന്നുന്നു ഈ ആൾക്കാർ ഇത് പറഞ്ഞത്. അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആൾക്കാരാണ് പറഞ്ഞതല്ല, അവരുമല്ല. പക്ഷെ അവർ പറയുന്ന ആളുകൾക്ക് ഇതിന്റെ പിന്നിൽ വേറെ എത്രത്തോളം ആളുകൾ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടെന്ന് അറിയില്ല. പിന്നെ ഒരാൾ പറഞ്ഞത്, ഈ മോണിറ്റൈസേഷൻ ആയതിൻ്റെയൊക്കെ അവകാശം നീ എടുക്കുന്നതല്ലേ എന്ന് നമ്മളെ ഒരാൾ പറഞ്ഞു. ഈ അവകാശം എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് പറയാം, ഒരു ചാനൽ, ആ ചാനൽ എല്ലാം ഓക്കെയാണ്, പക്ഷെ തമ്പനയിൽ ഓക്കെ അല്ല. തമ്പനയിൽ ഓക്കെ അല്ലാത്തതുകൊണ്ട് മാത്രമാണ് അത് കുടുങ്ങി കിടക്കുന്നത് വരിക. അപ്പം ഞാൻ പറയുകയാണ്, പിന്നെ നിങ്ങൾ എങ്ങനെ തമ്പനയിൽ ചെയ്യരുത്, ഇതാ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ച് ആ ചാനലിൽ ആ ഒരൊറ്റ കാര്യം ചെയ്തിട്ട് ഒരു 1-2 ലക്ഷം വ്യൂസ് വന്നു. ഇതൊന്നും ഈ നടക്കാത്ത കാര്യമല്ല പറഞ്ഞത്, നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. എന്നിട്ട് വ്യൂസ് ഒന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ആ ചാനലിനെ അല്ലെങ്കിൽ ആ വ്യക്തിയെ വെച്ചിട്ടൊരു ഇന്റർവ്യൂ ചെയ്യുന്നതിനെ കൊണ്ട് ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ അവിടെ ഒരു ചെറിയ റോളെങ്കിലും അവരുടെ ആ ഒരു ചാനലിന്റെ ഗ്രോത്തിന് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ആൾക്കാരുടെ ഓരോ ധാരണ. അതുപോലെ അല്ല, തന്നെ പക്ഷെ അതിലൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ പർദ്ദയിട്ട കാര്യം തന്നെ പറഞ്ഞില്ലേ, ഹിന്ദുക്കൾക്ക് അല്ല മുസ്ലിംസിന് മാത്രം പ്രിഫറൻസ് കൊടുക്കുന്നു എന്നുള്ളത്. അതെ അതെ പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്കും ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് ഒരു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോ അതല്ല സത്യം എന്നുള്ള ഒരു കാര്യം മറ്റുള്ളവർക്ക് കൂടെ അല്ല, അറിയല്ലേ. അതിൽ വേറെ കാര്യമുണ്ട്. ഇപ്പൊ അവരൊരു കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണല്ലോ ഇങ്ങനെ ചില കാര്യങ്ങൾ ചില ആൾക്കാരെങ്കിൽ വർഗീയപരമായിട്ട് കാണുള്ളൂ. അങ്ങനെയാണ് ഞാനൊരു കാര്യം ചോദിച്ചത്, ഞാൻ അത്രയും വർഗീയവാദിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ നോക്കിയാൽ മതി. നിങ്ങളുടെ ചാനലിൽ കംപ്ലീറ്റ് ആയിട്ട് എന്താ ഉള്ളത്? അതായത് അമ്പലങ്ങളും ക്ഷേത്രങ്ങളും അല്ലെങ്കിൽ അതിന്റെ ആചാരങ്ങളും അതിന്റെ എന്നാ പിന്നെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാതിരിക്കണമല്ലോ. ഞാൻ അതെ, പറഞ്ഞു എനിക്ക് താല്പര്യമില്ലാത്ത വിഷയമാണ്, ഇതിലൊന്നും വലിയ കാര്യമില്ല. പിന്നെ ഓരോരോ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഡിപ്രഷൻസ് അതാണ്. കാണിക്കും. ആ പിന്നെന്താണെന്നറിയോ, ഞാൻ കണ്ട ഒരു കാര്യം, ചാനൽ റീച്ച് ആവാത്തതിന് എന്നോട് ദേഷ്യം കാണിച്ചിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി, ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഗ്രൂപ്പിൽ ചില ആളുകൾ ജോയിൻ ചെയ്യും, അവർക്ക് സമയമില്ല എന്ന് പറയും, അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ഇല്ല പറയും. എന്നിട്ട് സക്സസ് ആവാത്തതിന് ദേഷ്യം മുഴുവൻ എന്നോട് കാണിച്ചാൽ ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം എനിക്ക് ഗൈഡ് ചെയ്യാനേ പറ്റുള്ളൂ ഒരാളെ. കാരണം അത്രയും ഇപ്പം നിലവിൽ എൻ്റെ പ്രശ്നം വെച്ചാൽ, നമ്മളിപ്പോൾ ഗ്രൂപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ എന്നോട് ഗ്രൂപ്പിൽ ചേർക്കുമോ എന്ന് ചോദിക്കും. നിലവിലെ പ്രശ്നം എന്താ വെച്ചാൽ, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഗ്രൂപ്പിലുണ്ട്. 200 ഇപ്പം 170-200ൻ്റെ ഉള്ളിലുള്ള ആളുകളുണ്ട്. ഇപ്പം ഇത്രയും ആളുകളെ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യുന്നത് എനിക്ക് അറിയുന്നില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ കോമൺ ആയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഓരോ ടോപ്പിക്കുകളൊക്കെ ഇട്ട് സംസാരിക്കുക. അപ്പോൾ അതിൽ നിന്നുള്ള ഓരോ ഇൻസൈറ്റ്സ് എടുത്തിട്ട് സ്വന്തം ചാനലിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് സക്സസ് ആവുക. ഇപ്പം അതിനുശേഷം തുടങ്ങിയ ഗ്രൂപ്പിലും 50 പേരാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 70 പേരായി. അപ്പോൾ ആ ഗ്രൂപ്പിലും ആളുകൾ ഇപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ നമുക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട്. അതായത് ഇത് വലിയ സയൻസ് ഒന്നുമല്ല, എന്നാലും വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ ഇനിയും യൂട്യൂബ് ക്രിയേറ്റേഴ്സായ ആളുകൾ മനസ്സിലാക്കാണ്ട്. വലിയ വലിയ ആളുകളാണെങ്കിൽ അവർക്ക് ഓൾറെഡി സ്ട്രാറ്റജീസ് ഉണ്ടാവും, പ്ലാൻ ഉണ്ടാവും, അവർക്ക് ഇതിൻ്റെ ഒരു ടെക്നിക്ക് അറിയാം. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി പറഞ്ഞൊരു കാര്യം, ടെക്നിക്ക് പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ എത്ര ചാനൽ വേണം തുടങ്ങാം. പക്ഷേ വലിയ വലിയ ആളുകൾക്കൊക്കെ അത് അറിയുന്നുണ്ട്, അവരെത്ര ചാനൽ തുടങ്ങിയാൽ സക്സസ് ആവും. പക്ഷേ സാധാരണ വീട്ടമ്മമാർ അല്ലെങ്കിൽ സാധാരണ ആളുകൾക്ക് അതൊരു വലിയ ചലഞ്ചായിരിക്കും. അപ്പോൾ അവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ പഠിക്കാനാണ് പണി. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഞാൻ ഇന്നലെ ആലോചിച്ചൊരു വിഷയമാണ്. കാരണം ഇപ്പോൾ എഐൻ്റെ കാര്യമൊക്കെ ഞാൻ തുടർച്ചയായിട്ട് 1 മാസം പഠിച്ചാൽ പോലും ഇന്നത്തെ ലേറ്റസ്റ്റ് എഐ ടെക്നോളജിയുടെ അടുത്ത് എനിക്ക് എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും വളർന്ന ഒരു സാഹചര്യത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജിയൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ഒന്നും പഠിക്കൂല, അല്ലാതെ തന്നെ ചാനൽ ഗ്രോ ആവട്ടെ എന്നും പറഞ്ഞിരുന്നാൽ എനിക്ക് തോന്നുന്നില്ല എങ്ങനെയാണ് ഇമ്പ്രൂവ് ആവുക. കാരണം ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ചേരാൻ ജോയിൻ ചെയ്യാൻ പൈസ വാങ്ങുന്നുണ്ട്. അതുപോലെ ഓരോ കോഴ്സുകൾക്കായിട്ട്, അതായത് ഗ്രൂപ്പിൽ ചേർന്ന ആളുകൾക്ക് തന്നെ പിന്നീട് ഇപ്പം നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് AI വോയിസ് ഓവറിനെ കുറിച്ചിട്ടുള്ള AI വോയിസ് ഓവർ എങ്ങനെ ചെയ്യാം, എങ്ങനെ നമ്മുടെ ഓൺ വോയിസ് അല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ വോയിസ് ഓവർ കൊടുക്കാം, ഇങ്ങനെ ക്ലാസ്സാണ്. അതിലും പേയ്മെന്റ് ഉണ്ട്. പക്ഷേ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പിൽ കുറേ കോഴ്സുകൾ കൊടുത്ത ശേഷം
പിന്നീട് അപ്ഗ്രേഡ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് കൊടുക്കുന്നത്. ഞാനിതിൽ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം ചില ആളുകൾക്കൊക്കെ സംശയമാണ്, ഗ്രൂപ്പിൽ ആഡായി കഴിഞ്ഞാൽ പിന്നെയും കോഴ്സിന് പൈസ വാങ്ങിക്കുന്നു എന്നൊക്കെ. പിന്നെയും കോഴ്സിന് പൈസ വാങ്ങുന്ന പറഞ്ഞാൽ പുതിയ ലേറ്റസ്റ്റ്. ഇപ്പോൾ ഇന്നലെ കുറേ ആൾക്കാർ പറഞ്ഞാൽ നമുക്ക് AI വീഡിയോ ക്രിയേഷൻ്റെ ക്ലാസ് വേണം. അപ്പോൾ അത് ചെയ്യുമ്പോൾ അതിൻ്റെതായ എക്സ്പെൻസും കാര്യങ്ങളും ഫ്രീ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊടുത്ത സമയത്ത് തിരിച്ചു കിട്ടിയത് പുച്ഛം മാത്രമാണ്. അതുകൊണ്ടാണ് ഈ പരിപാടി നിർത്തിയത്. അപ്പോൾ എനിക്ക് സിന്ധു ചേച്ചിയോട് പറയാനുള്ളത്, ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ ചാനലിൽ വന്നിട്ട്, അതായത് നമ്മൾ ഗ്രൂപ്പിൽ വന്ന ശേഷം എന്ത് മാറ്റം വരുത്തിയപ്പോഴാണ് മെയിനായിട്ട് ഈ ചാനൽ കയറിപ്പോയത്. ഇപ്പം നമ്മൾ ഷബാനേൻ്റെ ഇൻ്റർവ്യൂവിൽ ഷബാന ഷോർട്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഒരു സംഭവം നിങ്ങളുടെ ഒരാളുടെ ചാനൽ വ്യത്യാസമാണ്, അപ്പം നിങ്ങളുടെ ചാനൽ എന്ത് മാറ്റമാണ് വരുത്തിയതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ മറ്റുള്ളവർ. വരുത്തിയ മാറ്റം എന്ന് പറയാനായിട്ട്, ആദ്യത്തെ ഒരു 10-60ഓളം വീഡിയോ ഞാൻ ഇട്ടത് തമ്മിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതായിരുന്നു എനിക്കിത്. കാരണം സാബിർബായി പറഞ്ഞൊരു കാര്യം, ഒരാള് ഒരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ തമ്മില് കണ്ടിട്ടാണ് അത് ഫസ്റ്റ് ക്ലിക്ക് ചെയ്യണേന്ന് പറഞ്ഞിരുന്നു. അതാണ് ഞാൻ ഫസ്റ്റ് വരുത്തിയ മാറ്റം. പിന്നെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരുപാട് ചാനലുകൾ കണ്ട് ഏത് കണ്ടന്റ് ആണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടണേ എന്ന് ഞാൻ സെർച്ച് ചെയ്തിട്ടാണ് പിന്നെ വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടുക, അതാണ്. കാരണം ഇപ്പൊ ആഴ്ചയിൽ ഒരു വീഡിയോ, ഇപ്പൊ ഒരു തിങ്കളാഴ്ച വൈകുന്നേരം ഒരു വീഡിയോ ഇട്ടു, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തോന്നുമ്പോൾ വന്ന് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ആൾക്കാർക്ക് നമ്മളെ കാണണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണണമെന്നോ ഒന്നും അവർക്കൊരാവശ്യമില്ല. അപ്പൊ ഈ തിങ്കളാഴ്ച വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബുധനാഴ്ച, ഞാനിപ്പോ തിങ്കൾ ബുധൻ വെള്ളിയാണ് വീഡിയോ ഇടുന്നത്. ആ 3 ദിവസങ്ങളിലും കറക്റ്റ് 6 മണിന്നൊരു സമയം ഉണ്ടെങ്കിൽ ഞാൻ ജീവനോട് ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇട്ടിരിക്കും. ഇനി എന്തെങ്കിലും കാരണവശാൽ ആ സമയത്ത് ഞാൻ വീട്ടിലില്ലെങ്കിൽ ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടാണെങ്കിലും വീഡിയോ ഇട്ടിരിക്കും. പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതലും മാറ്റങ്ങൾ വരുത്തിയത്. പിന്നെ സാബിർബായി ഇപ്പൊ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്, സക്സസ് മന്ത്ര എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിന്റെ അകത്ത് ചിലപ്പോൾ എനിക്ക് അതിനകത്ത് പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും അതിലൊരൊറ്റ വോയിസ് പോലും മിസ് ചെയ്യാണ്ട് അതിനകത്ത് ഓരോരുത്തർ ചെയ്യുന്ന, അപ്പൊ അവരുടെ കണ്ടന്റ് എന്റെ കണ്ടന്റുമായിട്ട് എനിക്ക് തോന്നുന്നു അവിടെ ഞാൻ മാത്രമേ ഈ ഒരു കണ്ടന്റ് ചെയ്യുള്ളൂ എന്ന് തോന്നുന്നു. എന്നാൽ പോലും അതിൽ ഓരോ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് നോക്കിയിരുന്ന് ഞാൻ മാറ്റം വരുത്തിയിട്ട് തന്നെയാണ്. പിന്നെ കഷ്ടപ്പാടുണ്ട്, ഇല്ലാന്നൊന്നും പറയണില്ല, നല്ല കഷ്ടപ്പാടുണ്ട്. അത് കഷ്ടപ്പെട്ടാൽ ഏതൊരു ജോലിക്കും ഒരു നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ കഷ്ടപ്പാടെന്നുള്ളത് എടുക്കണമല്ലോ നമ്മള്. അത് തന്നെയാണ്. കൺസിസ്റ്റൻസിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഇത് ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്ന വ്യക്തി ഞാനാണ്. ഞാൻ ഇന്നലെയും കൂടി വിചാരിച്ചൊരു കാര്യമാണ്, സ്ഥിരമായിട്ട് വീഡിയോ ഇടണം. ഞാനാണെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ട് അത് കുറച്ചൊന്ന് മൂവ് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരാഴ്ചത്തേക്ക് എൻ്റെ അഡ്രസ്സ് ഉണ്ടാവില്ല. കാരണം എനിക്ക് ചില സമയത്ത് ഇങ്ങനെ കറക്റ്റ് ടോപ്പിക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് റിസർച്ചൊക്കെ ചെയ്ത് കണ്ടുപിടിച്ച് ഇങ്ങനെ ചെയ്യുന്ന ഒരു ഇതാണ്. വല്ലാണ്ട് ഇപ്പോൾ വെറുതെ എന്തെങ്കിലുമൊക്കെ എടുത്തിടുന്ന ഒരു ഇതെനിക്കില്ല. അതുകൊണ്ടാണ് ടൈം എടുക്കുന്നത്. ചില സമയത്ത് മടി വരുമ്പോൾ പിന്നെ അതിങ്ങനെ ഡിലേ ആവും. അപ്പോൾ കൺസിസ്റ്റൻസി നിർബന്ധമാണ്. തുടക്കക്കാരായ ആളുകൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആദ്യത്തെ ഒരു 3 മാസം വീഡിയോൻ്റെ ഡെൻസിറ്റി കൂട്ടുക. അതായത് കൂടുതൽ വീഡിയോ ഇടുക. പിന്നെ എത്രത്തോളം ഇടാം, അപ്പം ഡെയിലി 3 ഇടണ്ട. ലോങ് വീഡിയോ ഒരു കാരണവശാലും ഡെയിലി 3 ഇടരുത്. തിങ്കൾ ബുധൻ വെള്ളി 3 വീഡിയോ. ചില ആളുകൾ എന്നോട് ചോദിക്കും, ഞാൻ ഡെയിലി 2 വീഡിയോ ഇട്ട പ്രശ്നമുണ്ട്, ലോങ് വീഡിയോ. അപ്പം തന്നെ എനിക്കിങ്ങനെ തല കറങ്ങും. കാരണം എങ്ങനെയാണ് ഈ ഡെയിലി 2 വീഡിയോ ഇടുന്നത്? കാരണം ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ തന്നെ നമുക്ക് ചുരുങ്ങിയത് ഒരു ദിവസം എങ്ങനെയും വേണം. പിന്നെ നമ്മൾ വീണ്ടും ഇതുപോലെ എഫേർട്ട് എടുക്കുന്ന സമയത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് തന്നെ ഒരു സ്ട്രെസ് വരാൻ തുടങ്ങും. ഇങ്ങനെ ഒരേ വീഡിയോ ഇടാതെ പറഞ്ഞാൽ നടപടിയാവില്ല. കാരണം ആഴ്ചയിൽ ഇപ്പം 3 വീഡിയോ ഒക്കെയാണ് ഓക്കെ. പക്ഷെ തുടക്കക്കാരെ സംബന്ധിച്ച് ഒരു വീഡിയോ ഇട്ടിട്ട് നെക്സ്റ്റ് ഒരു ഡേ ഗ്യാപ്പ് എടുക്കുക, നെക്സ്റ്റ് ഡേ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നാളുകൾ കൊണ്ട് നല്ലൊരു റീച്ച് കിട്ടും. പിന്നെ വേണമെങ്കിൽ ആഴ്ചയിൽ 3 വീഡിയോ ആക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ വന്നിട്ട് കിട്ടിയ ഏറ്റവും വലിയൊരു ഉപദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്സ് നിർത്തുക എന്നുള്ളതായിരുന്നു കേട്ടോ. കാരണം ഷോർട്സ് വീഡിയോ ഞാൻ ആദ്യം എനിക്കൊരു ഭയങ്കര ഒരു ഇതുപോലെയായിരുന്നു. കാരണം എനിക്ക് ഷോർട്സ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ലോങ് വീഡിയോ കയറാണ്ടായപ്പോ എനിക്ക് കിട്ടിയ ഫസ്റ്റ് ഉപദേശം അതായിരുന്നു, ഷോർട്സ് അവിടെ നിർത്തുന്നു. പിന്നെ ഞാൻ കുറെ നാളത്തേക്ക് ഇട്ടിട്ടില്ല, ഇപ്പൊ ഞാൻ ഇടാറുമില്ല. കാരണം എനിക്ക് അതിട്ട് കഴിഞ്ഞാൽ അത് വെറുതെ മെമ്പേഴ്സിനെ കൂട്ടാന്നുള്ളതല്ലാണ്ട്. ഈ ഷോർട്ടിന്റെ കാര്യത്തിൽ കുറെ കൺഫ്യൂഷൻസ് ഉണ്ട്. അതായത് ഷോർട്സിന്റെ കേസിൽ എന്താ വെച്ചാൽ, ഷോർട്സ് നമുക്ക് ഇടാം, പക്ഷെ നമ്മൾ ഇടുന്ന ആ ഷോർട്സ് നമ്മുടെ ലോങ് വീഡിയോനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇടാം. അതല്ലാതെ ലോങ് വീഡിയോ വേറെ ഷോർട്ട് വീഡിയോ വേറെ ടോപ്പിക് ഇട്ട് കഴിഞ്ഞാൽ രണ്ടും കൂടി പിന്നെ എങ്ങും എത്താത്ത ഒരവസ്ഥ വരും. അപ്പോൾ നമ്മൾ ആദ്യമേ തീരുമാനിക്കുക ഏതാ ചെയ്യേണ്ടതെന്നുള്ളത്.
ഷോർട്സ് ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയാം നമുക്ക്. ആ കൃത്യമായിട്ട് അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അതായത് ലോങ് വീഡിയോ ഇപ്പോൾ എല്ലാവരുടെ ചാനൽ എടുത്ത് നോക്കിയാലും ഒരു 10 ലക്ഷം വ്യൂസ് ലോങ്ങിന് വന്ന ഒരാളുടെ ഷോർട്ട് എടുത്ത് നോക്കിയാൽ അവർക്ക് 1 ലക്ഷം വന്നിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അവിടെ വ്യത്യാസമുണ്ട്. പക്ഷെ ആ വ്യത്യാസം അവിടെ അവർക്ക് എഫക്റ്റീവ് ആവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ 1 ലക്ഷം 1.5 ലക്ഷം വന്നാൽ പോലും അവർക്ക് അതിൻ്റെ ഒരു റവന്യൂ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അവർക്കൊന്നും എഫക്റ്റ് ആവില്ല. പക്ഷെ സാധാരണ ഒരാൾക്ക് ഒരു 2000 വ്യൂസ് കിട്ടുന്ന ഒരാൾക്ക് ഷോർട്ടിന് 3000 വ്യൂസ് വന്നു കഴിഞ്ഞാൽ അവിടെ ആ ബാലൻസ് കറക്റ്റ് ആവില്ല. അപ്പം പിന്നെ ഷോർട്ട് മാത്രമേ കയറി പോകുള്ളൂ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ലാതെ ഷോർട്ട് ചെയ്യുന്നതിനോട് ഞാൻ എതിരല്ല. ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൃത്യമായ സ്ട്രാറ്റജിയോട് കൂടി പോകണം എന്നാണ് ഞാൻ പറയുക. പക്ഷെ അത് പൊതുവെ എല്ലാവർക്കും അറിയില്ല. അറിയാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്യണ്ടെന്ന് പറയുന്നത്. തീരെ ഇതിനെ ബാലൻസ് ചെയ്യാൻ കൊണ്ടുപോകാൻ അറിയേയില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റാർട്ടിങ്. ഇപ്പോൾ ഇന്നലെ ഇപ്പം നമ്മുടെ ഗ്രൂപ്പിൽ സംഗീതയുടെ ചാനലിൽ മോണിറ്റൈസേഷനായി 1 മാസമായി തോന്നുന്നു എനിക്ക്. 1 മാസം 2 മാസമായി നമ്മൾ അതിനെ കൊണ്ട് കളിക്കുന്നു മോണിറ്റൈസേഷൻ ആകാൻ വേണ്ടിയിട്ട്. പല 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 ഇഷ്യൂസ് വന്നിട്ടും ഇങ്ങനെ ബ്ലോക്ക് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ പറയും സ്ട്രെസ് ആവരുത്, ടെൻഷൻ ആവരുത്. ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. ഇത് എത്ര ഇതാ സംഭവിച്ചാലും നമ്മളത് മോണിറ്റൈസേഷൻ ആകും. ലാസ്റ്റ്ലി അത് മോണിറ്റൈസേഷൻ ആയി കിട്ടി. അപ്പം പുതുതായിട്ട് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന ആളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം ചില ചെറിയ ഇഷ്യൂസ് വരുന്നുണ്ട്. അതായത് ഈ നമ്മൾ ആഡ്സൻസ് അക്കൗണ്ട് കൊടുത്തിട്ടുണ്ടാവില്ല, പക്ഷെ പിന്നെ അതിൽ ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെന്നൊക്കെ കാണിച്ചിട്ട് റിജക്റ്റ് ചെയ്യുന്നുണ്ട് കുറേ ആൾക്കാർ. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വെരിഫൈ ചെയ്തിട്ട് ഇനി മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എല്ലാവർക്കും ഇല്ല കേട്ടോ, ചില ആളുകൾക്ക് മാത്രം. ഇന്നലെ ഒരാളെ പുതിയതായിട്ട് അപ്ലൈ ചെയ്തപ്പോഴും ഇതേ പ്രശ്നം കണ്ടു. അങ്ങനെ അതൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത്. കുറേ ഇഷ്യൂസ് വരുന്നുണ്ട്. യൂട്യൂബിൻ്റെ അൽഗോരിതം കാര്യങ്ങളൊക്കെ ചേഞ്ചസും വന്നിട്ടുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. അപ്പോൾ ഇനി പൈസ കിട്ടിയപ്പോൾ എന്ത് തോന്നി? എത്ര മാസം കൊണ്ട് പൈസ കിട്ടി? മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞ് 2ാമത്തെ മാസം പൈസ കിട്ടി. 2.5 മാസം കഴിയുമ്പോൾ പൈസ കിട്ടി. ഇനിയിപ്പോ അടുത്തത് വരാറായിട്ടുണ്ട്. പൈസ കിട്ടിയപ്പോ എന്താ പറയാ, ഒരു ഭയങ്കര ഷോക്കോ സന്തോഷോ എന്താന്നറിയില്ല. കാരണം ഈ വീടിന്റെ അകത്തിരുന്ന് എനിക്ക് അങ്ങനെ ഒരു, ഞാൻ ജോലി ചെയ്തിരുന്ന ആളാണ്, അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ്. പക്ഷെ വീടിന്റെ അകത്തിരുന്ന് ഒരു മൊബൈലും വെച്ചുകൊണ്ട് ഞാൻ ഇത്രയും പൈസ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞപ്പോ എനിക്കറിയില്ല, അത് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമാണ്. കാരണം ഇപ്പൊ എന്റെ മോളാണെങ്കിലും മരുമോനാണെങ്കിലും മോനാണെങ്കിലും പറഞ്ഞത്, അമ്മ വീടിന്റെ അകത്തിരുന്നോണ്ട് അമ്മ ഇത് ഇരുന്ന് ഇപ്പൊ അവര് ചീത്ത പറയാറില്ല. മറ്റേന്ന് വെച്ചാൽ എന്നെ ഈ ഫോൺ വെച്ചോണ്ടിരിക്കണേനൊക്കെ ചീത്ത പറയും. പിന്നെ അമ്മ എടുക്കുന്ന എഫേർട്ടിന് അമ്മയ്ക്കൊരു ബെനിഫിറ്റ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോ അവരിപ്പോ ചീത്ത പറയാറില്ല, സപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഭയങ്കര സന്തോഷായി. കാരണം എന്നെ കൊണ്ട് അത്രയും ഏറ്റവും കൂടുതൽ വ്യൂസ് എത്ര വന്നത്? ഏറ്റവും കൂടുതൽ വ്യൂസ് 2 ലക്ഷം. 2 ലക്ഷം വന്നല്ലേ? പിന്നെ 1 lakh ഒക്കെ വന്നിട്ടുണ്ടല്ലോ. പിന്നെ ഒരെണ്ണം 1.20 വന്നിട്ടുണ്ട്. പിന്നെ 80 അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ 15,000 സബ്സ്ക്രൈബേഴ്സ് ആവണം. അപ്പം ഗുരുവിനേക്കാൾ കൂടുതൽ റീച്ചുള്ള ആൾക്കാരാണ് ശിഷ്യന്മാർ. കാരണം എനിക്ക് 3 ലക്ഷം അല്ല, എനിക്ക് 3 ലക്ഷം ഒന്നും വന്നിട്ടില്ല. അപ്പൊ ആൾക്കാർ പറയും നീ പോയിട്ട് ആദ്യം 3 ലക്ഷം ആക്കണമെന്ന് പറയും. അത് ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും എല്ലാ ഇന്റർവ്യൂവിലും പറയുന്നതാണ്, എൻ്റെ 3 ലക്ഷം ആക്കലല്ല എൻ്റെ എനിക്ക് ഇങ്ങനെ റവന്യൂ ഉണ്ടാക്കൽ, യൂട്യൂബിലൂടെ റവന്യൂ ഉണ്ടാക്കലല്ലായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. അതുകൊണ്ടായിരിക്കാം കുറേ ആൾക്കാർ ഇപ്പം എൻ്റെ 500ഉം 400ഉം 700ഒക്കെ ചില സമയത്ത് വ്യൂസ് വരും. അപ്പോൾ വ്യൂസ് വരുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ കുറേ കമൻറ്റ് ഇതുപോലെ വരും. അപ്പോൾ അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ യൂട്യൂബിലൊരു പുതിയ ഇപ്പം റീസെൻ്റ് അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു വീഡിയോ 1 ലക്ഷം അടിച്ചു കഴിഞ്ഞാൽ അടുത്ത വീഡിയോ 1 ലക്ഷം അടിക്കൊന്നുമില്ല. അടുത്ത വീഡിയോ നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ മാത്രമേ 1 ലക്ഷം ആവുള്ളൂ. ഇല്ലെങ്കിൽ അത് 500-600 കിടക്കും. അപ്പോൾ അതുകൊണ്ടൊന്നും ആരും ടെൻഷനൊന്നും ആവണ്ട. കാരണം ഓരോ വീഡിയോ ഇൻഡിവിജ്വലായിട്ട് ഇങ്ങനെ പെർഫോം ചെയ്യും. ഇനി ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു സാധനം ഞാൻ പറയാം, എങ്ങനെയാണ് ഈ 3 lakhs 1 lakhs ഒക്കെ വന്നത് എന്നുള്ളതിൻ്റെ ഒരു പിന്നിലൊരു കാര്യമുണ്ട്. അത് പിന്നെ എന്തായാലും സിന്ധു ചേച്ചി തന്നെ പറയും. നമ്മളെ ഏത് സ്ട്രാറ്റജി ആയിരുന്നു ഉപയോഗിച്ചത് അത് വരാൻ വേണ്ടിയിട്ട്? അതായത് നമ്മൾ ഞാൻ പഠിപ്പിച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ അതിൽ ഏതായിരുന്നു ഉപയോഗിച്ചത്? അതായത് ഫസ്റ്റ് നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ആൾക്കാരെ പിടിച്ചെടുക്കാനുള്ള ഒരു ഹുക്ക് കണ്ടെത്തിയിട്ട് ഇപ്പൊ നമ്മള് പറയുന്ന കാര്യം എന്താന്നുള്ളത് അതിന്റെ ഒരു ചെറിയൊരു ഹിറ്റ് മാത്രം ആദ്യം കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് വീഡിയോ തുടങ്ങിയത്. അപ്പൊ ആൾക്കാർക്ക് എന്താണെന്നുള്ള അറിയാനുള്ള ഒരു ആൻസൈറ്റി അതിനകത്ത് വരുത്തി വെച്ചു. അത് കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന്റെ മെയിൻ പോയിന്റ് ലാസ്റ്റ് ഞാൻ ചെയ്യാൻ ഇതാക്കിയത്. അങ്ങനെ ചെയ്തത്. പിന്നെന്ന് വെച്ചാൽ മാക്സിമം ഞാൻ പറഞ്ഞല്ലോ, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ടന്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഡിവോഷണൽ ചാനൽ കൂടി ആയതുകൊണ്ട്
കൂടുതലും ആൾക്കാർക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അമ്പലങ്ങള്, വഴിപാടുകള് അതെല്ലാം കൂടുതൽ നോക്കി. അങ്ങനെ ഗുരുവായൂർ അമ്പലം, അങ്ങനെ ഞാൻ കൂടുതൽ പോകുന്ന ക്ഷേത്രങ്ങളെ കുറിച്ചും, പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും കൂടെ അനുഭവമുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോ ഒരു റിസൾട്ട് കിട്ടാത്ത കാര്യം, അല്ലെങ്കിൽ എനിക്കൊരു അനുഭവം ഇല്ലാത്ത കാര്യം മറ്റൊരാളെ പറഞ്ഞിട്ട് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക, അതിനോട് എനിക്ക് താല്പര്യമില്ല. എനിക്ക് അനുഭവമുള്ള കാര്യങ്ങൾ, ഞാൻ പോയിട്ടുള്ള ക്ഷേത്രങ്ങള്, ഞാൻ ചെയ്തിട്ടുള്ള വഴിപാടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതൽ പറയുന്നത്. അതിന്റെ കൂടെ ഞാൻ ചോദിക്കട്ടെ, നമ്മളെ ഹീറോ കണ്ടന്റ് എന്ന് പറയുന്ന സാധനം വന്ന ശേഷമല്ലേ നമുക്ക് ഏറ്റവും ഹീറോ കൂടുതൽ കണ്ടന്റ് കണ്ടെത്തി. ഹീറോ കണ്ടന്റ് ആയിട്ട് ഞാൻ ഒരെണ്ണം എന്നോട് പറഞ്ഞ പോലെ തന്നെ ഹീറോ കണ്ടന്റ് ഏതാണെന്ന് നോക്കി കുറച്ച് ടൈം എടുത്തു എനിക്കതൊന്ന് കണ്ടുപിടിക്കാനായിട്ട്. പക്ഷെ അതാണ് എനിക്ക് 2 lakhs വ്യൂല് പോയത്. അതായത് ഇപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്, എന്താണ് ഈ ഹീറോ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹീറോ കോണ്ടന്റിനെ കുറിച്ചിട്ട് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആദ്യമായിട്ട് വീഡിയോ ഞാനൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പക്ഷെ അത് ഉണ്ടാക്കിയൊരു ഇമ്പാക്റ്റ് ഭയങ്കരമായിരുന്നു. കാരണം നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒട്ടുമിക്ക ആളുകൾക്കും ലക്ഷങ്ങൾ വ്യൂസ് വന്നത് ഈ ഒരൊറ്റ സാധനം കൊണ്ടാണ്, ഹീറോ കണ്ടന്റിനെ കൊണ്ട് മാത്രമാണ്. കാരണം ഒരുപാട് ആൾക്കാർ, എത്ര പേരാ അറിയും. ഇപ്പം ഇന്നലെയും കൂടി ഒരാൾ മെസ്സേജ് അയച്ചു, ആദ്യമായിട്ട് 35,000 വ്യൂസ് വന്നു പറഞ്ഞു. കാരണം ആൾക്ക് 1000 2000 വരുന്ന സ്ഥലത്തു നിന്നാണ് ഈ 35,000 വ്യൂസ് വന്നത്. അപ്പം ഹീറോ കണ്ടന്റിനെ കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഹൈഡ് ചെയ്ത് വെക്കുന്നൊന്നുമല്ല. പിന്നെ കോഴ്സിന് ചേരാൻ വേണ്ടിയിട്ട് എന്തിനെങ്കിലും ഇപ്പൊ ആളുകൾ വിചാരിക്കാൻ തരും ഞാൻ കോഴ്സിന് ചേരാൻ വേണ്ടി ഈ ഹീറോ കണ്ടന്റിനെ കുറിച്ച് ഹൈഡ് ചെയ്ത് വെക്കുന്നതാണ്. ഹൈഡ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ തന്നെ വീഡിയോ കാണാൻ പറ്റും. എന്താണ് ഹീറോ കണ്ടന്റ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ വീഡിയോ ഉണ്ട്. നിങ്ങൾ കാണാത്ത കുഴപ്പം മാത്രമേ ഉള്ളൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ എല്ലാവരും. ഈ സമയത്ത് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഹീറോ കണ്ടന്റിനേക്കാളും മറ്റൊരു രൂപത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ചാനലിൻ്റെ മൊത്തം അടിമുടി മാറ്റാൻ പറ്റുന്ന പുതിയൊരു സാധനം, നമ്മളെ ചാനലിൻ്റെ മൊത്തം അടിമുടി മാറ്റാൻ പറ്റുന്ന പുതിയൊരു സംഭവമുണ്ട്. അതൊരു ഹീറോ പിവോട്ടിംഗ് എന്ന് പറയുന്ന സംഭവമാണ്. സിന്ധു ചേച്ചി ഒന്ന് കേട്ടിട്ടേ ഉണ്ടാവില്ല, ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സാധനം ആണ് നമ്മുടെ പലരുടെയും ചാനലിൻ്റെയും പ്രശ്നം. അതായത് ഞാൻ ഫൈനലി അത് എന്താണ് റീസൺ കണ്ടുപിടിച്ചു. ഇന്ന റീസൺ കൊണ്ടാണ് ആളുകളുടെ ചാനൽ റീച്ച് ആവാത്തത്. അപ്പോൾ ഇത് ഞാൻ പക്ഷേ യൂട്യൂബ് ചാനലിൽ വീഡിയോ ആയിട്ട് ചെയ്യുന്നില്ല, ഞാൻ ക്ലാസ് ആയിട്ട് എടുക്കുള്ളൂ. കാരണം ഞാൻ അത് അത്രയും എഫോർട്ട് എടുത്തിട്ടാണ് ഈ സാധനം പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹീറോ കോണ്ടന്റിനെ കുറിച്ചിട്ടും ഈ ഒരു ഞാൻ പറഞ്ഞ ഹീറോ പിവോട്ടിംഗ് എന്നൊക്കെ പറയുന്ന സാധനം, ഇതൊക്കെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡയറക്റ്റ് ക്ലാസ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്നാലാണ് നമുക്കൊരു ടച്ച് ഉണ്ടാവുള്ളൂ. അത് കാരണം കറക്റ്റ് ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കോഴിക്കോട് ക്ലാസ് വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കോഴിക്കോടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ പങ്കെടുക്കാൻ താല്പര്യമുണ്ട് പറയാം. നിങ്ങൾക്ക് എന്തായാലും ചാനൽ ചെക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ ക്ലാസ്സിലും പങ്കെടുക്കാൻ പറ്റും. സാധാരണ ഇപ്പോൾ ചാനൽ ചെക്ക് ചെയ്യാൻ തന്നെ നല്ല എമൗണ്ടാണ് ആൾക്കാർ വാങ്ങുന്നത്, 1000-1500 വാങ്ങുന്നത്. പിന്നെ ക്ലാസ്സൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ കൂടിയിട്ട് ജോയിൻ ചെയ്യാം. ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഒരു കാര്യം ഉറപ്പ് തരാം, നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല ചേഞ്ചസ് നിങ്ങൾ ചാനലിൽ കൊണ്ടുവരാൻ പറ്റും. ഇതുപോലെ ഇൻ്റർവ്യൂവിൽ നിങ്ങളെയും കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു 90% എൻ്റെ ഭാഗത്തുനിന്ന് ഉറപ്പുണ്ട്. ബാക്കി 10% നിങ്ങൾ എഫോർട്ട് എടുക്കുന്ന പോലെ ഇരിക്കും. ക്ലാസ് വെക്കുന്ന സമയത്ത് പൊതുവായ പരാതി വന്നത്, ഈ നമ്മളിപ്പം കോഴിക്കോട് ക്ലാസ്സൊക്കെ വെക്കുന്ന സമയത്ത് അവിടുത്തെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ, അപ്പോൾ വലിയൊരു എമൗണ്ട് കൊടുക്കണ്ടേ, ഇത്രയും പൈസ തന്നിട്ടുന്ന കാര്യം. നിങ്ങളൊരു 1500-2000 രൂപ ചിലവാക്കുമ്പോൾ നാളെ നിങ്ങൾക്ക് കിട്ടുന്നത് 15,000-20,000 രൂപയാണ്. അതായത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇവിടെ 2000 ചിലവാക്കുമ്പോൾ തിരിച്ച് കിട്ടുന്നത് 15,000-20,000 രൂപയാണ്. അപ്പോൾ അത് നല്ല ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ? ഏതൊരു ബിസിനസ് ആയാലും ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആദ്യമുണ്ട്. അപ്പോൾ അതുപോലെ കണ്ടാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ആയിരിക്കും താല്പര്യം പറയാം. പിന്നെ ഇനി ആരും ഇല്ലെങ്കിൽ, ഓഫ്ലൈനിൽ ആരും ഇല്ലെങ്കിൽ ഓൺലൈനായിട്ട് വെക്കേണ്ട പരിപാടി ആലോചിക്കുന്നുണ്ട്. അങ്ങനെ എന്ന് വെച്ചാൽ ആളുകൾ ഇങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്താൽ മാത്രമേ ചേഞ്ചസ് വരുള്ളൂ. ഇപ്പം സിന്ധു ചേച്ചി ആയാലും നമ്മുടെ ഈ കോഴ്സിൻ്റെ കുറേ കാര്യങ്ങൾ പഠിച്ചു, ഹീറോ കണ്ടന്റിനെ കുറിച്ച് പഠിച്ചു, നമ്മൾ മറ്റ് സംഭവങ്ങളൊക്കെ പഠിച്ചിട്ടാണ് അത് ഇംപ്ലിമെൻ്റ് ചെയ്ത്. ഇല്ലെങ്കിൽ എന്താവെന്ന് പറഞ്ഞാൽ അത് അവിടെ തന്നെ കിടക്കുമായിരുന്നു ആ ചാനൽ. ഇങ്ങനെ പാട്ട് പാടിയിട്ടൊരു മാത്രം എവിടെ എത്താണ്ട് ഇങ്ങനെ അവിടെ കിടക്കും അല്ലേ? അങ്ങനെ തോന്നിയിട്ടില്ലേ? അതെ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പം എനിക്ക് വിഷമം തോന്നുന്ന കാര്യം എന്താ, ചില ആൾക്കാരെങ്കിലും ലിങ്ക് അയച്ചു എന്നിട്ട് എന്നോട് പറയും ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയുക. പക്ഷേ ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും, കാരണം ഈ ഒരു ചാനൽ ഈ രൂപത്തിൽ പോയാൽ മുന്നോട്ട് പോവില്ല. പക്ഷെ ഇവരോട് ഇത് എങ്ങനെ പറയുന്നു എനിക്ക് അറിയാത്ത ചില സാഹചര്യങ്ങളുണ്ട്. അപ്പം പിന്നെ ഞാൻ കൂടുതൽ മറുപടി കൊടുക്കാൻ നിൽക്കില്ല. അധികം കൂടുതലൊന്നും പറയില്ല, നോക്കാം അല്ലെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് ചില ടിപ്സ് കമ്പനിയിൽ മാറ്റേണ്ട എനിക്ക് തോന്നിയ കുറച്ച് ടിപ്സ് പറഞ്ഞു കൊടുക്കും. കൂടുതലായിട്ട് പറയില്ല, കാരണം പറഞ്ഞിട്ട് ഇപ്പം ഇനി അവരെ തളർത്തിയിട്ട് കാര്യമില്ല. ഇനിയിപ്പം ഞാൻ പറഞ്ഞ് തെറ്റായിട്ട് അവർ കയറിപ്പോയി അവർ പറയില്ലേ മൂപ്പരന്ന് നമ്മളെ തളർത്തിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറയില്ല.
പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് കുറേ ടോപ്പിക്കുകൾ ഇപ്പം ഒന്ന് സാച്ചുറേറ്റഡ് ആയിട്ടുണ്ട്. ട്രാവലിംഗ് വ്ളോഗ്, പിന്നെ ഈ ക്രാഫ്റ്റ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ റീച്ച് കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എല്ലാവരും പരാതിയുണ്ട്, കുറേ ആൾ പരാതി പറയും. പക്ഷേ അതിനെ തന്നെ മറ്റൊരു രീതിയിൽ സമീപിച്ചാൽ നന്നാക്കാൻ പറ്റും തോന്നുന്നു. കുറേ കാര്യങ്ങൾ മാറി മാറി വന്നോണ്ടേ ഇപ്പോൾ സ്റ്റോറി ചാനൽ, ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഇപ്പോൾ സ്റ്റോറി ചാനൽ തുടങ്ങിയ കുറേ ആൾക്കാർക്ക് മറ്റാരെക്കാളും റീച്ചും പൈസയും എല്ലാം കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ ഓരോ ടോപ്പിക്കുകൾ വരും, അത് കയറി അടിച്ചങ്ങ് പോവും, പിന്നെ കുറേ കഴിയുമ്പോൾ അത് സ്റ്റോപ്പാവും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ യൂട്യൂബിലെ പരിപാടികൾ. അപ്പോൾ സിന്ധു ചേച്ചി എന്തായാലും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് സക്സസ് ആയതല്ല, സമയമെടുത്തു, കഷ്ടപ്പെട്ടു സക്സസ് ആയതാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചത്. ആളുടെ എഫേർട്ട് എന്താണ്, എത്രത്തോളം ഒരു വീട്ടമ്മയ്ക്ക് എങ്ങനെയൊക്കെ നേടിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം നമുക്കിതിന് സാധ്യതയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻ്റർവ്യൂ വെച്ചത്. ഇനി എന്തെങ്കിലും സിന്ധു ചേച്ചി എക്സ്ട്രാ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊരു ഭയങ്കര സന്തോഷമുണ്ടായ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഹീറോ കണ്ടന്റ് ചെയ്തപ്പോ ഞാനൊരു ചെറിയ ഹീറോ ആയി എന്ന് പറഞ്ഞ പോലെ. കാരണം ഗുരുവായൂരമ്പലത്തിൽ തൊഴാൻ ചെന്നപ്പോ ഞാനിങ്ങനെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് ഞാനിങ്ങനെ ഒരു 1-2 സ്ഥലത്ത് പോയത്. അപ്പൊ അതിലെ ആ ഓട്ടോറിക്ഷക്കാരൻ ചോദിച്ചു, ചേച്ചിയല്ലേ ആ കൃഷ്ണന്റെ വീഡിയോ ചെയ്ത ആള് എന്നിങ്ങനെ ചോദിച്ചപ്പോ എനിക്കിങ്ങനെ ഭയങ്കര സന്തോഷായി. എന്നെ ഇങ്ങനെ അറിഞ്ഞല്ലോ, എന്നെ കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞപ്പോ പുള്ളിക്കാരൻ തന്നെ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹവും ഒരു മുസ്ലിമാണ്, നാസർ എന്ന മറ്റേ പേര് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഞാനും എന്റെ വൈഫും കാണാറുണ്ട് എന്നിങ്ങനെ പറഞ്ഞപ്പോ ഒരു ഭയങ്കര സന്തോഷമായി. ദൈവത്തിനോട് ഒരുപാട് നന്ദി പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ ഈ വീടിന്റെ അകത്ത് ഇവിടെ ഇരിക്കുന്ന എന്നെ അങ്ങനെ രണ്ടുപേര് കണ്ടു എന്ന് പറഞ്ഞപ്പോ ഭയങ്കര. പിന്നെന്ന് വെച്ചാ അതെന്താ അറിയോ, പിന്നെ അതിന്റെ കൂടെ ഞാൻ ഇടക്ക് കയറി പറഞ്ഞത്, നമ്മൾ യൂട്യൂബിൽ ഒരിക്കലും വരുമാനം മാത്രമല്ല, മറ്റേത് ജോലിനേക്കാളും ഏത് ജോലി ചെയ്താലും നമുക്ക് പൈസ കിട്ടും. പക്ഷെ യൂട്യൂബിൽ വരുമാനവും ഫെയിമും ഒരുമിച്ച് വരും. അതാണ് യൂട്യൂബിന്റെ ഒരു പ്രത്യേകത. യൂട്യൂബ് അല്ല, സോഷ്യൽ മീഡിയ ഏതായാലും, ഇൻസ്റ്റാഗ്രാം ആയാലും ഏതായാലും നമുക്ക് വരുമാനവും പ്രശസ്തിയും ഒരുമിച്ച് വരും. അത് രണ്ടും കൂടി വരുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അത് ഒരു വല്ലാത്ത സംഭവമാണ്. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് കുറച്ച് പണിയാണ്. എന്നാൽ പോലും നമ്മൾ ഇപ്പം ഞാൻ പറയും, ഇപ്പം നിങ്ങളിപ്പം മോണിറ്റൈസേഷൻ ആയി പൈസ വരാൻ തുടങ്ങി. പക്ഷെ ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് സെൽഫായിട്ട് ബ്രാൻഡ് ചെയ്യുക, നിങ്ങൾ തന്നെ ഒരു ബ്രാൻഡായിട്ട് മാറ്റുക എന്നുള്ളത്. അതും ഇപ്പം സംഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലേ. കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞിങ്ങനെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി വിളിക്കുന്നുണ്ടെന്നൊക്കെ. പിന്നെ ഉമ്മ ഇങ്ങനെ മെസ്സേജ് ഇട്ടു, അവരുടെ മകൻ സംസാരിക്കില്ല, അപ്പൊ എന്റെ വീഡിയോ കണ്ടിട്ട് ഇപ്പൊ ആ കുട്ടി ഇങ്ങനെ ഡെയിലി ഇങ്ങനെ നാമം ചൊല്ലണ പോലെ കാണിക്കുന്നുണ്ട്. അപ്പൊ മോളൊന്ന് ഫേസ് കാണിച്ചൊരു വീഡിയോ ഇടാമോ, മോനൊന്ന് കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഒരു പ്രായമായ ഒരു അമ്മയാ. അപ്പൊ ഞാൻ പറഞ്ഞ ശരി ഞാൻ ഇടാം എന്ന് പറഞ്ഞു. അപ്പൊ അതും ഒരു ഭയങ്കര സന്തോഷം. എവിടേക്കോ കിടക്കുന്ന ആൾക്കാര് അതല്ല, അത് ഏതെങ്കിലും രീതിയിൽ ഇപ്പം ആളുകൾക്ക് ഇമ്പാക്റ്റ് ഉണ്ടാവുന്നുണ്ടാവും. ഇപ്പം സാഫ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു ടെക് യൂട്യൂബ് ടിപ്സ് ചാനലാണെങ്കിലും അത് കണ്ടിട്ട് ചില ആളുകൾ ചാനൽ തുടങ്ങി, അവർ ചാനലിന് മാറ്റം വന്നു. അവർക്കൊരു തീരെ പൈസയുടെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഒരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു 15,000 രൂപ കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകും. കാരണം നമ്മളിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ അത് ആർക്കെങ്കിലും ബെനിഫിറ്റ് ആവുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. തീർച്ചയായിട്ടും. കാരണം ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരുപാട്, ഞാൻ എപ്പോഴും ഒരുപാട് പേരോട് ഞാൻ സജസ്റ്റ് ചെയ്തു. കാരണം എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ എങ്ങനെയാ റെഡി ആയത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ സാബ് സ്റ്റോക്സിൽ ഞാൻ ജോയിൻ ചെയ്തു. സാഗർ ഭായി ആണ് എന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തത്. അപ്പോ അങ്ങനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ്. എന്ത് ചോദ്യം ചോദിച്ചാലും അതിനൊരു മറുപടി നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ചോദിക്കാലോ, അത് കറക്റ്റ് ആയിട്ടൊരു മറുപടി ഏത് വഴി കൂടെ പോകണം അതൊക്കെ പറഞ്ഞു തരും എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ 1-2 പേരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ നന്നായിട്ട് കയറി വരുന്നുണ്ട്. എന്തായാലും അതെ പറയുകയാണെങ്കിൽ അതെ. ശരി. അല്ല, എനിക്ക് അത് പറയാനുള്ളത്, ഇപ്പോൾ ഈ വീഡിയോ ഇൻ്റർവ്യൂ കാണുന്ന ആളുകളോട് പറയാനുള്ളത്, യൂട്യൂബ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ എന്തായാലും നിങ്ങളെയും ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂയിലൂടെ കാണാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളൊരു ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുന്ന എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം അങ്ങനെ പറ്റിയിട്ടുണ്ട് കേട്ടോ, കുറേ ആൾക്കാരെ പറ്റിയിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ നമ്മുടെ ഷബ്നേൻ്റെ ഇൻ്റർവ്യൂ വന്നിട്ട്, ഷബ്ന പട്ടാമ്പിൻ്റെ ഇൻ്റർവ്യൂ വന്ന് ഗ്രൂപ്പിൽ വന്നു. അതിനുശേഷം അവരുടെ തന്നെ ഇൻ്റർവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. എന്തായാലും ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് അവർക്കൊരു സന്തോഷം, നമ്മളിങ്ങനെ ഒരു ചാനലിൽ വരുമ്പോൾ അല്ലേ. അങ്ങനെ എൻ്റെ ചാനൽ വീഡിയോ കണ്ടു വന്നു, പിന്നീട് എൻ്റെ ചാനലിലൂടെ തന്നെ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അത് അവർക്കുള്ള അവർ നേടിയെടുത്ത മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന അതിനു വേണ്ടി എൻ്റെ ഭാഗത്തുനിന്ന് അവർക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് പോലെയാണ് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. പിന്നെ സക്സസ് മന്ത്ര പോലെയുള്ള ഗ്രൂപ്പിൽ ഇപ്പം ആളുകളായ എടുക്കുന്നില്ല. എന്നാലും നല്ല നിഷാണെങ്കിൽ നമുക്ക്
നോക്കാം. അതിന് പകരം നമുക്ക് ഈ ക്ലാസ്സുകളാണ് ഞാൻ ഇനി മുതൽ അങ്ങോട്ട് നോക്കുന്നത്. ഡയറക്റ്റ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ, ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ വെച്ചിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ കുറേ ലോങ് ടൈമിലേക്കുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ആവുന്നതുകൊണ്ട് അങ്ങനെ ഒരു ചെറിയൊരു വിഷയമുണ്ട്. നോക്കാം. എന്തായാലും പിന്നെ ഇത്രയും എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടു സിന്ധു ചേച്ചീൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ ഇൻസൈറ്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൽ അപ്ലൈ ചെയ്യുക. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കുക, എന്നിട്ട് ചാനലിൽ അപ്ലൈ ചെയ്ത് നോക്കുക. അപ്ലൈ ചെയ്താൽ തന്നെ നല്ല രീതിയിൽ മാറ്റങ്ങൾ വരും. പിന്നെ പറയാനുള്ളത്, ഒരുപാട് ഇനിയും പഠിക്കാണ്ട്. അത് നിങ്ങൾക്ക് മാത്രമല്ല, എനിക്ക് ഒരുപാട് പഠിക്കാണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാം. കുറേ കാര്യങ്ങൾ ഇനിയും പഠിക്കാണ്ട്. എന്നാലേ നമ്മൾ ഇതിലൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുള്ളൂ. സക്സസ് ആവുമായിരിക്കും, പക്ഷെ സക്സസ് ആവുന്നതല്ല, നമ്മൾ സ്ഥിരമായിട്ട് നിലനിൽക്കാൻ പറ്റൂല. നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പഠിക്കണം, എന്നാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അത് പിന്നെ ഒരു സങ്കടമുണ്ട്. കാരണം കുറച്ച് പഠിച്ചിട്ട് 1-2 വീഡിയോ നല്ല വ്യൂസ് കിട്ടിക്കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നവരോട് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ. കാരണം ആ ഒരു പഠനം അവിടെ പൂർത്തിയായിട്ടില്ല. ആ ഒരു വീഡിയോ അല്ലെങ്കിൽ 1-2 വീഡിയോ നമുക്ക് സക്സസ് ആയി എന്ന് പറഞ്ഞ് ബാക്കിയുള്ളത് പിന്നെയും ഓരോ ദിവസത്തിന്റെ ഓരോ വർഷം മാറി വരുന്നതനുസരിച്ച് നമ്മൾ അതിൽ തുടർന്ന് പോയാൽ, ആ പഠിത്തം തുടർന്ന് പോയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം ഓരോ ദിവസം നോക്കുമ്പോഴും ഓരോരോ കാര്യങ്ങളാണ്. അപ്പൊ അതിനനുസരിച്ച് മാറ്റം വരുത്തിയാൽ മാത്രമേ. അതെ, യൂട്യൂബ് ഭയങ്കരമായിട്ട് ചേഞ്ചസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. കാരണം യൂട്യൂബിന് വേറെ വഴിയില്ല. കാരണം ഇത്രയും ടെക്നോളജിയും AI ഒക്കെ വളർന്ന സമയത്ത് അവരിങ്ങനെ കണ്ടിന്യൂസ്ലി മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് മാറി. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അൽഗോരിതം മാറി, അൽഗോരിതത്തിനൊക്കെ മൊത്തം പരിപാടികൾ മാറി. അപ്പം അതും ഇനിയിപ്പം ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്ത് കേൾക്കേണ്ടി വരും. അല്ലെങ്കിൽ യൂട്യൂബിൽ ആരെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ അത് കണ്ടിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. പക്ഷെ പൊതുവെ അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും അധികം ചെയ്യാറില്ല എന്നുള്ളതാണ്. കാരണം മലയാളത്തിൽ ഇങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഡെപ്തായിട്ടുള്ള വീഡിയോസ് ഒന്നും ആരും ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന വീഡിയോസ് കണ്ടാൽ നിങ്ങളത് ഇംപ്ലിമെൻ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ എന്നല്ല, ആരെ വീഡിയോ ആയാലും നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല നോളജ് ആണെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. കറക്റ്റായിട്ടുള്ളത് വെറുതെ സെറ്റിങ്സ് മാറ്റുന്ന വീഡിയോ നിങ്ങൾ കാണണ്ട. സെറ്റിങ്സ് അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല. ബാക്കി എല്ലാ കോൺസെപ്റ്റുകളും അതിൻ്റെ ഒരു എന്താ പറയുക സ്ട്രാറ്റജീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ കുറേ ഏകദേശം 30 മിനിറ്റ് ആയി തോന്നുന്നു. അപ്പോൾ സിന്ധു ചേച്ചി ഇനിയും മുന്നോട്ട് പോട്ടെ. മുന്നോട്ട് പോയിട്ട് ഒരു 50,000 1 lakh ഒക്കെ കിട്ടുന്ന രൂപത്തിലേക്ക് പോട്ടെ. അതാണ് ഞാൻ ഇനി ഫൈനലായിട്ട് പറയുന്നത്. ബാക്കിയെല്ലാം സംഭവിച്ചിട്ടുണ്ട്. എനിക്കൊരു ആഗ്രഹമുണ്ട് ഈ ഗുരുവിന്റെ മുമ്പിൽ ഒന്ന് ചെന്ന് നിൽക്കണം എന്നുള്ളത്. കാരണം ഒരുപാട് ദൂരമുള്ള ഒരു സ്ഥലത്തായതുകൊണ്ട്, അതും ഇത്രയൊക്കെ എത്തിച്ച ഭഗവാൻ അവിടെ എത്തിക്കും. എങ്ങനെയെങ്കിലും ഒന്ന് അല്ല, കാണാൻ അത് നമ്മൾ എറണാകുളം ഞാൻ വരുന്ന സമയത്ത് എപ്പോഴെങ്കിലും നമുക്ക് കാണാം. കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എന്തായാലും. ഞാൻ എനിക്ക് വരാനുണ്ട്. ഉം. എന്തായാലും എനിക്കൊരു കാര്യം പറയണ്ട. എന്നെ ഇങ്ങനെ ഒരു നല്ല നിലയിൽ എത്തിച്ചതിനും എനിക്ക് ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന് അവസരം തന്നതിനും ഒരുപാട് ഈ സഹോദരനോട് നന്ദിയുണ്ട്. ശരി. കാരണം എനിക്ക് സ്വന്തം ഒരു കൂടപ്പിറപ്പിനെ പോലെ തന്നെ കൂടെ നിന്ന് പരിചയപ്പെട്ട അന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളിലും ഉപദേശം തന്ന പടച്ചതമ്പുരാൻ തന്ന ഒരു സഹോദരൻ. ഇനി അടുത്ത ഒരാളും കൂടി ഇന്റർവ്യൂ ചെയ്യാണ്ട്. അത് ഈ ഗ്രൂപ്പിൽ വന്നിട്ട് ഒരു 10-30 ദിവസം കൊണ്ട് മോണിറ്റൈസേഷൻ ആയ ഒരാളാണ്. പക്ഷെ ഒരു കാരണവശാലും മൂപ്പര് ചിന്തിച്ചിട്ടില്ല മോണിറ്റൈസേഷൻ ആവുന്ന, ആലോചിച്ചിട്ട് പോലുമില്ല. പക്ഷെ പടപടയെന്ന് പറഞ്ഞിട്ട് സാധനം വീഡിയോ കയറിയിട്ട് മോണിറ്റൈസേഷൻ ആയി. അത് അടുത്ത ഇന്റർവ്യൂവിൽ നമുക്ക് ആളെ കാണിക്കാം. അപ്പോൾ സിന്ധു ചേച്ചി ഓക്കെ, ശരി.